ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സെൻറ്റ് ആൻഡ്രൂസിലുള്ള ആൻസ് ബേക്കറിയിലാണ്. ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഇവിടെ നിർത്തി ഞങ്ങൾ പല ഐറ്റംസും വാങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ ഒന്ന് ഇത് പരിചയപ്പെടുത്തിയാലോ. വരൂ, നമുക്ക് അകത്തോട്ട് പോകാം. ഹലോ ചേട്ടാ. അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ബേക്കറിയെ കുറിച്ച് ചോദിച്ചോട്ടെ. എന്നാണ് ഇത് തുടങ്ങിയത്? 8-9 കൊല്ലമായി. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണുള്ളത്? ഹൽവയാണ്, സെന്റ് ആൻഡ്രൂസ് ഹൽവ ആണ് ഇവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ബാക്കി എന്തൊക്കെ ഐറ്റംസ്? കേക്ക് ഉണ്ട്, കേക്കും ഹൽവയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. കേക്കും ഹൽവ അല്ലാതെ കുറച്ച് സാധനങ്ങൾ കാണാമല്ലോ. എന്തൊക്കെയാണ് ഇതൊക്കെ? ഇത് സാൻഡ്വിച്ച് ആണ്, 35 രൂപയുടെ സാൻഡ്വിച്ച് ആണ്. ചിക്കൻ സാൻഡ്വിച്ച്, ചിക്കൻ റോളാണ്, അത് 20 രൂപയാണ്. എല്ലാം ചിക്കൻ സമോസ, വെജിറ്റബിൾ സമോസ, ഇത് ബാക്കി സംഗതി വരാനുണ്ട്. എല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അപ്പോൾ ചെയ്തെടുക്കുന്നതാണ് എല്ലാം. അപ്പൊ ഡെയിലി ഹൽവ പ്രിപ്പയർ ചെയ്യുമോ? ഡെയിലി ഹൽവ ഉണ്ട്. അപ്പൊ ഇന്ന് പ്രിപ്പയർ ചെയ്ത ഇന്ന് എടുക്കും? ഇന്ന് എടുക്കില്ല, നാളെ എടുക്കും. സെറ്റ് ആകാനായിട്ട് 2-3 മണിക്കൂർ എടുക്കും. അപ്പൊ ഉണ്ടാക്കുന്ന എല്ലാം അങ്ങ് പോകും? ഉണ്ടാക്കുന്നത് 8-3 വന്ന് തീരും. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ കാണാം. തരദോശ എന്ന് പറയുന്ന സാധനമാണ്, ഒരു സ്വീറ്റ് ആണ്. അത് റവയിൽ ഉണ്ടാക്കുന്നത്. തരദോശയെ കണ്ടിട്ട് നമ്മുടെ കോക്കനട്ട് സ്വീറ്റ് പോലെ ഇരിക്കും. കോക്കനട്ട് സ്വീറ്റ് ആണ്. ഞങ്ങളുടെ അവിടെ ഇത് കോക്കനട്ട് സ്വീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത് തരിദോശ. സെന്റ് ആൻഡ്രൂസ് ഇങ്ങനെയാണോ പറയുന്നത്? ഇതെന്താ? അത് ആലങ്ങ എന്ന് പറയും. റൗണ്ട് ചെറിയ ഒരു അരിമാവൽ ഉണ്ടാക്കുന്ന ഒരു ആലങ്ങ. ഇതോ? അത് നൻകട്ട്. ഇത് ഡയമണ്ട് കട്ട്സ്. ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. തരദോശ, ആലങ്ങ, ഡയമണ്ട് കട്ട്സ്. നൻകട്ട് പിന്നെ എല്ലായിടത്തും നൻകട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ട്. അപ്പം ഇവിടെ ഈ ബേക്കറിയിൽ നമുക്ക് സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്, ഇവിടുത്തെ തന്നെ അല്ലേ? അപ്പം ഞങ്ങൾ ഇതിലെ പാസ് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഇവിടുത്തെ സെന്റ് ആൻഡ്രൂസ് ഹൽവ മേടിച്ചിട്ടുണ്ട്. അപ്പം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കോഴിക്കോട് ഹലുവ, തിരുനെൽവേലി ഹലുവ, പിന്നെ ഞങ്ങൾക്ക് കൊല്ലത്ത് സുപ്രീം ഉണ്ട്, സുപ്രീമിൻ്റെ ഹലുവ, ഇതൊക്കെ ഇത് കഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. അങ്ങനെയാണ് സൂനത്തിനോട് ചോദിച്ചപ്പം പറഞ്ഞത് സെന്റ് ആൻഡ്രൂസിൻ്റെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പം വന്നത്. അപ്പം ചേട്ടൻ്റെ ഫാമിലിയാണോ ഇത് നടത്തുന്നത്? വൈഫിന്റെ പേരാണോ ആനന്ദ്? ഇവിടുത്തെ പ്ലം കേക്ക് ഉണ്ടല്ലോ, അത് സ്പെഷ്യലാണ്. പ്ലം കേക്ക് സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റ് ആണ്. പ്ലം കേക്ക് ആണോ? ചെയ്തോണ്ടിരിക്കുന്നത് ഐറ്റംസ് ഒക്കെ എപ്പം വരും? 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫില്ലപ്പ് ആവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഫില്ലപ്പ് ആവുന്ന ഉടൻ തന്നെ തീർന്നു പോകും. ഇപ്പൊ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട്. കുറച്ച് സ്റ്റുഡൻസ്. അപ്പം ശരിയാണ്. ഇനി നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കുന്നതൊന്ന് കാണാം. ഇത് മൈദയും പഞ്ചസാരയും കൊണ്ടുള്ള ഹലുവയാണ്. ഇത് മൈദയും ശർക്കരയും കൊണ്ടുള്ള ഹലുവയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സെന്റ് ആൻഡ്രൂസ് എവിടെയാണെന്ന്. ട്രിവാൻഡ്രം കഴക്കൂട്ടത്തു നിന്നൊരു 4 കിലോമീറ്റർ വന്നാൽ സെൻറ്റ് ആൻഡ്രൂസ് ആണ്. ഇവിടെ അടുത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജുണ്ട്, മറീൻ എഞ്ചിനീയറിംഗ് കോളേജും ജ്യോതിനിലയം സ്കൂളുമുണ്ട്. പിന്നെ മനോഹരമായ നമ്മുടെ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചുമുണ്ട്. തിരക്കിട്ട ജീവിതത്തിൽ നിന്നൊന്ന് മാറി സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ഇവിടെ വന്ന് കടൽക്കാറ്റും കൊണ്ട് സൺസെറ്റ് ആസ്വദിച്ചിരിക്കാം. സെൻറ്റ് ആൻഡ്രൂസിലെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്, വെൽക്കമിങ് ആണ്. ഇതുവഴി പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കയറാൻ മറക്കണ്ട. വീണ്ടും കാണുന്നത് വരെ ബായ്.